ധർമ്മത്താൽ ബന്ധിക്കപ്പെട്ട രണ്ട് പക്ഷി സഹോദരന്മാർ. ഒരാൾ തന്റെ ജീവൻ നൽകിയും മറ്റൊരാൾ തന്റെ അറിവ് നൽകിയും ശ്രീരാമപ്രഭുവിനെ സേവിച്ചു. രാമരാവണ യുദ്ധത്തിനും വളരെ പണ്ട് സൂര്യദേവന്റെ തേരാളിയായിരുന്ന അരുണന്റെയും ശേനിയുടെയും പുത്രന്മാരായിരുന്നു കഴുകവംശത്തിൽപ്പെട്ട ജടായു, സമ്പാതി എന്നീ സഹോദരന്മാർ. അവർ ഒരു ദിനം സൂര്യനോട് ഏറ്റവും അടുത്ത് ആർക്കാണ് പറക്കാൻ കഴിയുക എന്ന കാര്യത്തിൽ പന്തയം വെച്ചു. മൂത്തവനായ ജടായു സമ്പാതിയേക്കാളും ഉയരത്തിൽ പറന്നു. എന്നാൽ സൂര്യതാപം മൂലം ജടായുവിന്റെ ചിറകുകൾക്ക് പൊള്ളലേൽക്കാൻ തുടങ്ങി. അപകടം മനസ്സിലാക്കിയ സമ്പാതി ജ്യേഷ്ഠന് മുകളിൽ പറന്നുയർന്നു. തന്റെ ചിറകുകൾ വിടർത്തി ജടായുവിനെ സംരക്ഷിച്ചു. എന്നാൽ സമ്പാതിയുടെ ചിറകുകൾ കത്തിക്കരിഞ്ഞുപോയി. പറക്കാനാവാതെ സമ്പാതി വിന്ധ്യാപർവ്വതങ്ങൾക്കിടയിൽ വീണു. അവിടത്തെ ഒരു ഗുഹയിൽ തപസ്സു ചെയ്യുകയായിരുന്ന നിശാകരൻ എന്ന മുനി സമ്പാതിയെ സംരക്ഷിച്ചു. സീതാന്വേഷണത്തിന് സഹായിക്കുമ്പോൾ ചിറകുകൾ മുളയ്ക്കുമെന്ന് മുനി അനുഗ്രഹിച്ചു. സമ്പാതി മുനിയിൽ നിന്ന് ആത്മജ്ഞാനം നേടി. എന്നാൽ പിന്നീട് സഹോദരങ്ങളായ ജടായുവും സമ്പാതിയും പരസ്പരം കണ്ടില്ല. വർഷങ്ങൾക്ക് ശേഷം രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ വൃദ്ധനായ ജടായു തടയാൻ ശ്രമിച്ചു. ഉഗ്രമായി പോരാടി. പക്ഷേ ശക്തനായ രാവണൻ ജടായുവിന്റെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തി. വനാന്തരത്തിൽ വീണ ജടായു ശ്രീരാമദേവനോട് വിവരം പറയാനായി കാത്തിരുന്നു. ഒടുവിൽ ശ്രീരാമപ്രഭുവിനെ സീതാന്വേഷണത്തിൽ സഹായിച്ച് ശരീരം വെടിഞ്ഞു. നാളുകൾക്ക് ശേഷം സുഗ്രീവദാസന്മാരായ വാനരന്മാർ സീതാന്വേഷണത്തിനായി വിന്ധ്യാപർവ്വതത്തിലെത്തിയപ്പോൾ സമ്പാതിയെ കണ്ടുമുട്ടി. സമ്പാതി അവരെ ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ വാനരന്മാരുടെ സംഭാഷണത്തിൽ നിന്ന് ജടായുവിന്റെ പേര് കേട്ട സമ്പാതി വാനരന്മാരെ സഹായിച്ചു. തന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കൃത്യം 1000 യോജന അകലെ ലങ്കയിൽ സീതാദേവിയുണ്ടെന്ന് വെളിപ്പെടുത്തി. സമ്പാതിക്ക് വീണ്ടും ചിറകുകൾ മുളച്ചു. അവൻ പറന്നുപൊങ്ങി.